ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു പുളിശ്ശേരിയുടെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ പൈനാപ്പിളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല പഴുത്തിട്ടുള്ള പൈനാപ്പിൾ തന്നെ എടുക്കണം. പൈനാപ്പിൾ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളക് സ്ലിറ്റ് ചെയ്തതും കൊണ്ട് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കുക്കറിലും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കാരണം പൈനാപ്പിളും കുറച്ച് വേവുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് കുക്കറിൽ കുക്ക് ചെയ്തെടുത്താലും മതിയാവും. ഞാനിവിടെ ചട്ടിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ പൈനാപ്പിളൊക്കെ നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് എടുത്തിട്ടാണ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് പൈനാപ്പിൾ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു മിക്സഡ് ജാറിലേക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ കുക്ക് ചെയ്യാത്ത പൈനാപ്പിളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്ത് ഈ കുക്ക് ചെയ്തിരിക്കുന്ന പൈനാപ്പിളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിന്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ട് അരപ്പ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ അരപ്പ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അരപ്പിൻ്റെ പച്ചമണം മാറിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിടുക. അതിനുശേഷം കുറച്ച് ചൂടാറിയിട്ട് വേണം നമ്മൾക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു മിക്സഡ് ജാറിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മൺചട്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ചൂടാറിയ ശേഷം മാത്രമേ തൈര് ചേർക്കാവൂ, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. കാരണം മൺചട്ടിക്ക് കുറച്ച് നേരം ചൂട് നിൽക്കില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീടും ചൂടാക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ചൂട് തന്നെ മതിയാകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് താളിച്ചിടാം. അതിനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും മാത്രം മിക്സ് ചെയ്തിട്ട് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കുക. അതിനുശേഷം തുറന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കുറുകിയിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ്. നല്ല പുളിയും അതുപോലെ തന്നെ മധുരവും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല ടേസ്റ്റിലുള്ള പുളിശ്ശേരിയാണ്. അപ്പോൾ എത്ര പേർക്ക് ഇഷ്ടമുണ്ട് ഈ ഒരു പൈനാപ്പിൾ പുളിശ്ശേരി? എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം മാമ്പഴ പുളിശ്ശേരിയാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതുപോലെ തന്നെ പൈനാപ്പിൾ പുളിശ്ശേരിയാണോ ഇഷ്ടം? എനിക്ക് എന്തായാലും രണ്ടും ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം ഞാനിവിടെ ചോറിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ബീഫും കായയും അതുപോലെ തന്നെ കൂർക്ക മെഴുകുവരട്ടി, പപ്പടം, അച്ചാർ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി, ഇതിൻ്റെ കൂട്ടത്തിലാണ് സെർവ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് വരാം. അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തരാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.